Students, welcome to A Plus Physics. മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ആയിരുന്നു. അതിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന്. അതായത് രണ്ട് കോയിൽ ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാകുന്നു, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്ത് ചെയ്യുന്നു? അത് തൊട്ടടുത്തുള്ള കോയിലിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകൾ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും അതുപോലെ തന്നെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും അതുപോലെ തന്നെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും ഒക്കെ ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാക്രമം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫോമർ. അപ്പോൾ എന്താണ് ട്രാൻസ്ഫോമർ? ഞാൻ നേരത്തെ നിങ്ങളെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. എവിടെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുക? അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നിന്നും ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും നമ്മൾ പറയാറുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റിയെ നമ്മൾ എവിടെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 230 വോൾട്ട് ആണെങ്കിലും നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഹൈ വോൾട്ട് ആയിട്ട് 13 kV 11 kV ഒക്കെയാണ് നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ 11 കിലോ വാട്ട് വോൾട്ടേജ് നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നത്? അതുപോലെ തന്നെ അതിനിപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു സബ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് 230 ആണ്. അപ്പോൾ ഈ 11 kV നിന്നും 11 കിലോ വോട്ടിൽ നിന്നും എങ്ങനെയാണ് അതൊരു 230 വോട്ടിലേക്ക് മാറ്റുന്നത്? അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമറാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ, ഏത് വോൾട്ടേജ്, AC വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് എന്ത് എന്ന് പറയുന്നത്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ ഇസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് AC വോൾട്ടേജ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ പവർ. പവറിൽ യാതൊരു രീതിയിലും ചേഞ്ച് ഇല്ലാതെ വോൾട്ടേജിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന, ആ ഇലക്ട്രോണിക് ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ ട്രാൻസ്ഫോമർ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും മറ്റേത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ആ പേരൊന്ന് തന്നെ നേരത്തെ പറഞ്ഞതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. വോൾട്ടേജ് കൂട്ടുന്നതാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ്, വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, ഈ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമറാണ് നമുക്കുള്ളത്. ആദ്യം നമുക്ക് സ്റ്റെപ്പ് അപ്പ് എന്താ നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് കോയിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് പ്രൈമറി കോയിൽ എന്നും സെക്കൻഡറി കോയിൽ എന്നും പറഞ്ഞ് രണ്ട് ടൈപ്പ് ഓഫ് കോയിൽസ് നമുക്കുണ്ടാവും. അപ്പോൾ ഈ പ്രൈമറി കോയിലിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന പ്രൈമറി കോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കോയിൽ ഈസ് വെരി ലെസ്. പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും കമ്പയർഡ് ടു സെക്കൻഡറി കോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമറി കോയിൽ, ഇതാണ് നമ്മുടെ സെക്കൻഡറി കോയിൽ. ഓക്കെ, അപ്പോൾ പ്രൈമറി കോയിൽ ഇതാ ഈ ആദ്യത്തേതും സെക്കൻഡറി കോയിൽ രണ്ടാമത്തെയും. ഇത്തരത്തിൽ പ്രൈമറി കോയിലിൻ്റെ തിക്നെസ്, കൂടിയ തിക്നെസ്സും കുറഞ്ഞ നമ്പർ ഓഫ് ടേൺസും ഉള്ളത് പ്രൈമറി കോയിലും, അതുപോലെ തന്നെ കുറഞ്ഞ തിക്നെസ്സും കൂടിയ നമ്പർ ഓഫ് ടേൺസും ഉണ്ടെങ്കിൽ അത് സെക്കൻഡറി കോയിലും ആയിരിക്കും. ഏതിൻ്റെ കേസിൽ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ, അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഏതിൻ്റെ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഉണ്ട്. പക്ഷേ പ്രൈമറി കോയിലിനേക്കാൾ
എന്തായിരിക്കും വ്യത്യാസം? നേരെ തിരിച്ചായിരിക്കും. ഇവിടെ നമുക്ക് പ്രൈമറി കോയിൽ കുറവും സെക്കൻഡറി കോയിൽ കൂടുതലും, എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ആവുന്ന സമയത്ത് പ്രൈമറി കോയിലായിരിക്കും കൂടുതൽ, സെക്കൻഡറി കോയിൽ കുറവായിരിക്കും. ബട്ട് ദ തിക്നെസ് ഇസ് സെയിം ആസ് ഇറ്റ്സ് മോർ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി. പ്രൈമറി കോയിലിനേക്കാൾ തിക്നെസ് ആർക്കുണ്ടാകും? സെക്കൻഡറിക്ക് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ തിക്നെസ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ തിക്നെസ് കൂടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫോമർ? ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഈസ് വർക്കിംഗ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ദിസ് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക് പവറിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ വോൾട്ടേജിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് ട്രാൻസ്ഫോമർ. 2 ടൈപ്പ്, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ. ഇനി നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന വോൾട്ടേജ്, എങ്ങനെയാണ് ഈ വോൾട്ടേജ് കൂടുന്നത് അല്ലെങ്കിൽ എത്രയാണ് വോൾട്ടേജ് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ റിലേഷനിലേക്കാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സപ്പോസ് വി ഹാവ് എ പ്രൈമറി, നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസ് പറഞ്ഞു തുടങ്ങാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ 2 കോയിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് പ്രൈമറി കോയിൽ. ഈ പ്രൈമറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസിനെ ഞാൻ NP എന്ന് വിളിക്കും. വാട്ട് ഇസ് P? പ്രൈമറി. N നമ്പർ ഓഫ് ടേൺസ്. അതുപോലെ തന്നെ ഇവിടെയുള്ള വോൾട്ടേജിന് VP, അതായത് വോൾട്ടേജ് പ്രൈമറി. അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? യെസ്, NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആൻഡ് കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ our corresponding voltage VS. ഓക്കെ, അപ്പം എന്ത് കിട്ടി? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കോയിൽ കിട്ടി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിലും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുന്നത് ഇൻ എ പർട്ടിക്കുലർ മാനർ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ ടേൺസിലും ഉണ്ടാകുന്ന EMF കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഇവിടെ നമുക്ക് ഏതൊക്കെ ടേൺസ് ഉണ്ടോ ആ ടേൺസിലൊക്കെ ഉണ്ടാകുന്ന EMF കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു പവർ സെയിം ആയിരിക്കുന്നു, അതേപോലെ തന്നെ EMFും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്? വോൾട്ടേജ് ഇൻ പ്രൈമറി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ ഓഫ് ടേൺസിൻ്റെ EMF എത്രയാണോ അതിനെ എത്ര ടേൺസ് ഉണ്ടോ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് വി ക്യാൻ റൈറ്റ് VP is equal to EMF ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ EMF ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ആദ്യത്തേത് പ്രൈമറി കോയിലിൻ്റെ വോൾട്ടേജും രണ്ടാമത്തേത് സെക്കൻഡറി കോയിലിൻ്റെ വോൾട്ടേജും. ഇനി ഞാൻ പറഞ്ഞു സെക്കൻഡറി വോൾട്ടേജ് എത്രയാണെന്നാണ് കാണേണ്ടത്. സെക്കൻഡറി വോൾട്ടേജ് സെക്കൻഡ് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതുമ്പം എന്ത് നമുക്ക് കിട്ടും? LHSൽ എന്ത് കിട്ടും? VS ബൈ VP എന്ന് എഴുതാം അല്ലേ? ഇത് ബൈ ഇത് VS ഡിവൈഡഡ് ബൈ VP which is equal to എന്താണ് സെക്കൻഡ് ഇക്വേഷൻ്റെ RHS? EMF ഇൻറ്റു NS ഡിവൈഡഡ് ബൈ EMF ഇൻറ്റു NP. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണാം? ഇതിൽ ഞാൻ പറഞ്ഞു EMF സെയിം ആണ്, എല്ലാ കോയിലും നമ്പർ ഓഫ് ടേൺസിലെയും EMF സെയിം ആണ്. അപ്പോൾ നമുക്ക് EMFനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഹാവ് എൻ ഇക്വേഷൻ VS ഡിവൈഡഡ് ബൈ VP is equal to NS ഡിവൈഡഡ് ബൈ NP. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതായത് എവിടെയാണോ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ അവിടെ നമുക്ക് പറയാം നമ്പർ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വോൾട്ടേജ് കൂടുതലായിരിക്കും. എവിടെയാണോ നമ്പർ ഓഫ് ടേൺസ് കുറവ് അവിടെ വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു റിലേഷനാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കിട്ടുന്നത്. അതേ സമയത്ത് മനസ്സിലാക്കുക, പവർ എന്തായിരിക്കും? പ്രൈമറിയിലാണെങ്കിലും സെക്കൻഡറിയിലാണെങ്കിലും സെയിം ആയിരിക്കും. അപ്പം അത് വെച്ചിട്ട് മറ്റൊരു റിലേഷൻ കൂടെ നമുക്ക് കാണാം. എന്താ അത്? നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പവറിൻ്റെ ഇക്വേഷൻ പവർ P is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണല്ലോ. P is equal to VI ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ചെയ്തതാണ്. P is equal to V into I. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് അപ്പിൻ്റെത് മാത്രമാണ് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിൽ എന്തായിരിക്കും പ്രൈമറിയിലുള്ള പവർ PP which is equal to VP into IP. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ വരുമ്പോൾ എന്തായിരിക്കും? PS is equal to VS into IS. What is IP? Primary current. IS secondary current.
അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസ്ഫോമർ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലിൻ്റെയും പവർ സെയിം ആയിരിക്കും. പവർ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും സെയിം ആണെന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ VS/IS which is equal to VP/IP. ക്ലിയർ? ഇനി നമുക്ക് ഇതേപോലെ VS/VP ഇതെന്ന് കിട്ടുമോ? കിട്ടും. അതിനെന്ത് ചെയ്താൽ മതി? ഈ VSനെ എങ്ങോട്ട് കൊണ്ടുപോകുക, ഈ VP എങ്ങോട്ട് കൊണ്ടുപോകുക. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും, ഇത് ഇങ്ങോട്ട് പോകുമ്പോഴും ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ഓൾറെഡി VS ഇവിടെ ഉണ്ട്, VS ഇവിടെ ഇൻറ്റു ഉള്ളത് ഇവിടെ എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ VP വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? IP അവിടെ ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ IS. അപ്പോൾ എന്തായി? നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടി. എന്ത്? വോൾട്ടേജ് എവിടെയാണോ കൂടുതൽ അവിടെ കറണ്ട് കുറവായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് എവിടെയാണോ കൂടുതൽ അവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും, കറണ്ട് കുറവായിരിക്കും. അപ്പം നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, വോൾട്ടേജ് കുറവാണ്, എന്നാൽ കറണ്ട് കൂടുതലാണ്. എന്നാൽ സെക്കൻഡറി കോയിൽ എടുക്കുകയാണെങ്കിൽ, സ്റ്റെപ്പ് അപ്പിൽ സെക്കൻഡറി കോയിലിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, വോൾട്ടേജ് കൂടുതലാണ്, പക്ഷേ കറണ്ട് കുറവാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇവിടെ പറയാം. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. VS/VP is equal to IP/IS, VS/VP is equal to NS/NP. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയാലോ? എങ്ങനെ കിട്ടും? വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫേമസ് ഇക്വേഷൻ VS/VP that is equal to NS/NP which is equal to IP/IS. This is the very famous relation between voltage, number of turns and കറണ്ട്. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം എന്താണ് ട്രാൻസ്ഫോമർ എന്ന് ഞാൻ പറഞ്ഞു. ഹൈ ഓർ ലോ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഈ ഒരു ഡിവൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത് കൊണ്ട് തന്നെ കറസ്പോണ്ടിങ് കറണ്ടിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഇനി ഒരു ചോദ്യം സാധാരണ ചോദിക്കാറുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ടേൺസ് തരും, വോൾട്ടേജ് തരും പ്രൈമറിയിലത്തെ, നമ്പർ ഓഫ് ടേൺസ് തരും, ടേൺസും തരും, വോൾട്ടേജും തരും സെക്കൻഡറിയിലത്തെ. എന്നിട്ട് ചോദിക്കും പവർ ഒന്നിൻ്റെ തരും, മറ്റേതിൻ്റെ പവർ എത്ര ആയിരിക്കും? നിങ്ങൾ ഒരു കാൽക്കുലേഷനും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? സിംപ്ലി ദ സെയിം വാട്ട് പവർ ഇൻ പ്രൈമറി ദ സെയിം വിൽ ബി ദെയർ ഇൻ ദ സെക്കൻഡറി. ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ നേരത്തെ കണ്ടു. സ്റ്റെപ്പ് അപ്പ് ആയിക്കോട്ടെ സ്റ്റെപ്പ് ഡൗൺ ആയിക്കോട്ടെ ഈ റിലേഷൻ സെയിം ആണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഡൗണിലും സ്റ്റെപ്പ് അപ്പിലും ഒക്കെ നമ്മൾ കണ്ടു. സ്റ്റെപ്പ് അപ്പിൽ ഇവിടെ നമ്മളെ തിക്നെസ് കൂടുതലാണ് കമ്പയർഡ് ടു സെക്കൻഡറി. ഇവിടെ പ്രൈമറിയേക്കാൾ കൂടുതൽ സെക്കൻഡറിയിലാണ് തിക്നെസ് ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്തിനാണ് ഇവിടെ തിക്നെസ് കൂട്ടിയത്? നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പം വോൾട്ടേജ് കുറയുന്നു, അവിടെ കറണ്ട് കൂടുന്നു. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുന്നു, കറണ്ട് കുറയുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് കൂടുന്നുണ്ട്. അക്കോർഡിംഗ് ടു ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് കറണ്ട് കൂടുകയാണെങ്കിൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മെൽറ്റ് ചെയ്യും. അത് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂല ഇഫ് ദർ ഈസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ കറണ്ടിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തിക്നെസ് നമ്മൾ കൂട്ടുന്നു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയുന്നു. അത് കാരണം ഹീറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ കൊണ്ടുണ്ടാകുന്ന ഹീറ്റിനെ കുറയ്ക്കാൻ അത് സഹായകരമാകുന്നു. അപ്പം അതാണ് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി ആണെങ്കിലും സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ സെക്കൻഡറിയിലും തിക്നെസ് കൂടുതലാണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പറയാനുള്ളത്. ട്രാൻസ്ഫോമർ ഇസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് വിൽ increase or decrease the voltage without any change in the power. അതാണ് definition, which is working under the principle of mutual induction. Two coils will be there. One coil will change the flux and the secondary coil, that means nearby coil will induce the current. So that current and voltage, that relation is actually we have derived here. I think it's clear. അപ്പം ഇലക്ട്രോണിക് നമ്മുടെ എന്താണ് ട്രാൻസ്ഫോമർ എന്ന് അറിയണം. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ അറിയണം. അതുപോലെ തന്നെ അതിൻ്റെ റിലേഷൻ ഇക്വേഷനും അറിയണം. ഓക്കെ, അപ്പോൾ ടൈം എടുത്ത് വീഡിയോ കണ്ട് ഓരോന്നും മനസ്സിലാക്കി പേപ്പറിൽ എഴുതി പഠിക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട്, അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ അവസാന ഭാഗത്തെ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാക്രമം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.